ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഈ ശബരിമലയിൽ ഡ്യൂട്ടിക്ക് എത്തിയിരിക്കുന്ന ഏതാണ്ട് 8,000-ഓളം ആളുകൾക്ക് കഴിയത്തില്ല എന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് കൂടി സന്നിധാനത്ത് നിന്നും വരികയാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് മാത്രമാണ് വോട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നൊരു നിലപാടിലേക്ക് കമ്മീഷൻ എത്തുന്നു. ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? എത്ര ആളുകൾക്കാണ് വോട്ട് ചെയ്യാൻ കഴിയാതെ പോകുന്നത്? തീർച്ചയായും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലകാലം ആരംഭിച്ചാൽ ഈ സർക്കാർ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരുപാട് ജീവനക്കാരെ ഈ ഒരു വലിയ തീർത്ഥാടനത്തിലേക്ക് മാറ്റിവെക്കേണ്ടി വരുന്നു. അത് പോലീസിലുണ്ട്, റവന്യൂവിലുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജീവനക്കാരെ ഇങ്ങനെ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ ഈ 3 കേന്ദ്രങ്ങളിലേക്ക് ഡ്യൂട്ടിക്കായി നിയോഗിക്കും. അത് 10-15 ദിവസമാണ് അവർക്ക് ഡ്യൂട്ടിയായി നിശ്ചയിക്കുക. പക്ഷേ അടുത്ത ടേമിനിൽ വരുന്ന ഈ ഒരു ആളുകൾക്കാണ്, സർക്കാർ ജീവനക്കാർക്കാണ് ഈ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നിഷേധിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഇപ്പോൾ ഈ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള ഒരു അവകാശമുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. നമുക്കറിയാം, എൻജിഒ സംഘമൊക്കെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആ പരാതിയുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇതുവരെ ഒരു അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്കയിലാണ്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വിഭാഗമാണ്, ഓരോ മണ്ഡലകാലത്തും ദേവസ്വം ബോർഡ് ഈ താൽക്കാലിക ജീവനക്കാരായി ഒരുപാട് ആളുകളെ സന്നിധാനത്തേക്ക് എത്തിക്കുന്നുണ്ട്. ഇവരാണ് ഇവിടെ ചുക്കുവെള്ളം കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി പ്രവർത്തിക്കുന്നത്. ഇവർക്കൊക്കെ തന്നെ ഈ വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം നിലവിലില്ല. അതൊക്കെ തന്നെ വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഈ ശബരിമലയിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നാട്ടിൽ പോയി വോട്ട് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു അനുമതി നിലവിലില്ല. കാരണം ഈ തിരക്ക് ഉള്ള സമയങ്ങളിൽ ഇങ്ങനെ കൂട്ടത്തോടെ ആളുകൾ താഴേക്ക് പോയാൽ, പമ്പയിലേക്ക് പോയി നാട്ടിൽ പോയി വോട്ട് ചെയ്താൽ അത് ഈ ശബരിമലയുടെ ക്രമസമാധാനം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. തുടക്കത്തിൽ തന്നെ ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ആ ശബരിമലയിലെ ഈ 2 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വലിയ ആഘോഷം, വലിയൊരു ഉത്സവം, അത് രാജ്യത്തിന് മൊത്തം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടേക്കുള്ള ഈ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ട ഉദ്യോഗസ്ഥരാണ്. അവർക്ക് കൃത്യമായി തന്നെ വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങൾ ആ ദേവസ്വം ബോർഡ് കൃത്യമായി തന്നെ എടുക്കേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിനും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു സർക്കാരും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും തന്നെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ വോട്ട് ചെയ്യാനാകാത്തൊരു അവസ്ഥയിലാണ് ഈ താൽക്കാലിക ജീവനക്കാരും അതോടൊപ്പം തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗത്തിലുള്ള സർക്കാർ ജീവനക്കാരും ഇപ്പോൾ ഉള്ളത്. ഓക്കെ അരുൺ, ശബരിമല സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരാണ് പുത്തൻപുലരിയിൽ രാവിലെ ചേർന്നത്. 2 വിഷയങ്ങളാണ് അരുൺ പങ്കുവച്ചത്. ഒന്ന്, ശബരിമല സന്നിധാനത്തെ ഭക്തജന തിരക്ക്, പ്രത്യേകിച്ച് ഇന്ന് തൃക്കാർത്തിക ആയതിനാൽ ഇന്ന് വൈകിട്ട് സന്ധ്യാസമയത്ത് അയ്യനെ കണ്ടു തൊഴാൻ വലിയ ഭക്തജന തിരക്കുണ്ടാകും. ഒപ്പം ദീപാലങ്കാരങ്ങൾ കൊണ്ട് മുഖരിതമാകും ശബരിമല സന്നിധാനം വൈകുന്നേരമായി കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയം എന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള 8,000-ഓളം പേർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു വാർത്ത കൂടി വരികയാണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരും ചെയ്യണം. കാരണം എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഈ കറക്റ്റായിട്ട് ഒരു ജനാധിപത്യത്തിൻ്റെ ഉത്സവം നടക്കുന്നത്. ഇപ്പോൾ മറ്റു പല രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും തെരഞ്ഞെടുപ്പുകൾ കൃത്യമായി നടക്കാറില്ല. തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ഭാരതമെന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ മഹോത്സവം നടക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതിനാൽ തന്നെ ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും ആ വോട്ടെടുപ്പിൽ പങ്കാളികളാക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ അതിനായി ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന വസ്തുത കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്.